വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹബ്സു മാലിൻ യുംകിനുൽ ഇന്തിഫാഉ ബിഹി മഅ ബഖാഇ ഐനിഹി അലാ മസ്രിഫിൻ മുബാഹി. ഉപകാരം എടുക്കാൻ പറ്റുന്ന, അതിന്റെ തടി അവശേഷിക്കവേ ഉപകാരം എടുക്കാൻ പറ്റുന്ന ഒരു വസ്തുവിനെ മുബാഹായ ഒരു ജിഹത്തിന്റെ മേലിൽ, ഒരു മസ്രിഫിന്റെ മേൽ ഹബ്സ് ചെയ്യുക, തടഞ്ഞു വെക്കുക, അതിനെ സ്വതക്ക ചെയ്യുക എന്നുള്ളതാണ് വഖഫ് എന്ന് പറഞ്ഞാൽ. അപ്പോ വസ്തു അവശേഷിക്കണം, അത് നശിച്ചു പോകാതെ അതുകൊണ്ട് ഉപകാരമെടുക്കാൻ സാധിക്കണം. ഉദാഹരണത്തിന് ഒരു ആഭരണം അത് ധരിക്കാൻ വേണ്ടിയിട്ട് വഖഫ് ചെയ്യുക. അപ്പൊ ആഭരണം കൊണ്ട് ഉള്ള ഉപകാരമാണ് അത് ധരിക്കുക എന്നുള്ളത്. ആ ധരിക്കല് കാരണമായിട്ട് അത് നശിച്ചു പോകുന്നും ഇല്ല. ഈ രീതിയിൽ ഉപകാരമെടുക്കാൻ പറ്റുന്ന വസ്തുക്കളാണ് വഖഫ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. വഖഫ് എന്നുള്ളത് സ്വതക്കയേക്കാൾ ശ്രേഷ്ഠമാണ്. അഫ്ളലു മിന സ്വതക്കത്തി, സ്വതക്കയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് ഇമാമിങ്ങൾ തന്നെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. വഖഫിന്റെ ദലീലുകൾ പറയുന്ന സമയത്തിൽ നമുക്ക് കാണാം, മഹാനായിട്ടുള്ള ഇബ്നു അജർ തങ്ങൾ അവിടുത്തെ തുഹ്ഫയിൽ ദലീലുകൾ കൊണ്ടുവരുന്ന സമയത്തിൽ കൊണ്ടുവന്ന ഒരു തെളിവാണ് ഇമാം മുസ്ലിം നിവേദനം ചെയ്തിട്ടുള്ള ഹദീസ്. ഇദാ മാതൽ മുസ്ലിമു ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ് സദഖത്തിൻ ജാരിയത്തിൻ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി ഔ വലദിൻ സ്വാലിഹിൻ യദഉ ലഹു. ഇവിടെ പറഞ്ഞ 3 കാര്യങ്ങൾ ഒരു മനുഷ്യന് അവന്റെ മരണത്തിന് ശേഷവും തുടർന്നും ഉപകാരം സവാബ് ലഭിക്കുന്ന അമലുകൾ, അത് 3 എണ്ണമാണ്. ഒന്ന് സ്വതഖത്തുൻ ജാരിയത്തിൻ, സ്വതഖത്തിൻ ജാരിയ, ജാരിയായ സ്വതക്ക. ആ ജാരിയായ സ്വതക്കയെ കുറിച്ച് ഉലമാ ഭൂരിഭാഗവും പറയുന്നു അതുകൊണ്ട് ലക്ഷ്യം, ഉദ്ദേശ്യം എന്നുള്ളത് അത് വഖഫാണ് എന്ന്. അതുപോലെ തന്നെ വഖഫിന്റെ മറ്റൊരു ദലീലാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിൽ ആദ്യമായി വഖഫ് നടത്തിയ വ്യക്തി ഉമർ റളിയല്ലാഹു അൻഹു. ഖൈബർ യുദ്ധത്തിൽ മഹാനവറുകൾക്ക് ലഭിച്ച ഒരു സ്വത്ത്, അതിനെ മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവിടുന്ന് ഞാൻ എന്താണ് അതിൽ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയും മുത്തുനബി തങ്ങൾ അവിടുന്ന് ആ വസ്തുവിനെ വഖഫ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അവിടെ മഹാനവറുകൾ ചില നിബന്ധനകൾ അതിൽ വെക്കുകയും ചെയ്തു. അല്ലാ യുബാഅ അസ്ലുഹ, അതിന്റെ തടിയെ വിൽപ്പന നടത്താൻ പാടില്ല. വലാ യൂറസു വലാ യൂഹബു, വെറുതെ കൊടുക്കാനോ അതിനെ ഇറിസെടുക്കപ്പെടുന്ന ഒരു സാഹചര്യമോ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ചില നിബന്ധനകളും മഹാനവറുകൾ വെച്ചു. അപ്പൊ ഇതാണ് വഖഫ് എന്നുള്ളതിന്റെ ദലീലായി ഇമാമിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇനിയും ചില ദലീലുകൾ മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്, ഞാനത് അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ വഖഫിൽ വേണ്ടത് ഒരു വാക്കിഫ് വേണം, മൗഖൂഫ് വേണം, വഖഫ് ചെയ്യപ്പെടുന്ന വസ്തു വേണം. മൗഖൂഫിൻ അലൈഹി, ആരുടെ മേലിലാണോ ആർക്ക് വേണ്ടിയാണോ വഖഫ് ചെയ്യപ്പെടുന്നത് അവര് വേണം. അതുപോലെ തന്നെ സീഗ, വഖഫിന്റെ പദവും വേണം. വാക്കിഫിനക്ക് ചില നിബന്ധനകൾ പറയുന്നു. വാക്കിഫ് വെറുതെ സാധനങ്ങൾ വെറുതെ കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്, തബറുഅ് ചെയ്യാൻ പറ്റുന്ന ആളാകണം. അപ്പൊ കുട്ടി, ഭ്രാന്തൻ, അങ്ങനത്തെ ആളുകളിൽ നിന്നും വഖഫ് ശരിയാവില്ല എന്ന് മനസ്സിലാക്കാം. മൗഖൂഫിൻ അലൈഹിയെ സംബന്ധിച്ചിട്ട് പറയുന്ന നിബന്ധനയാണ് അത് മഅസിയത്താകരുത് എന്ന്. മൗഖൂഫിൻ അലൈഹി ഒരു മഅസിയത്താകരുത്. മഅസിയത്താവരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർബത്താവണം എന്നില്ല, ഒരു ഇബാദത്താവണം എന്നില്ല. പള്ളി പോലെ ഇപ്പൊ പള്ളി വഖഫ് ചെയ്യാറുമ്പോ പള്ളിക്ക് വഖഫ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അതൊരു ഖുർബത്താണ്. അങ്ങനെ ഖുർബത്താകണം എന്നില്ല. മുബാഹായാലും കുഴപ്പമില്ല ജിഹത്ത്. അപ്പോ അഗ്നിയ, സമ്പന്നരായ വ്യക്തികൾക്കും വേണമെങ്കിൽ വഖഫ് ചെയ്യാം. മറ്റൊന്ന്, മൂന്നാമതൊരു നിബന്ധന എന്ന് പറയുന്നത് മൗഖൂഫുൻ അലൈഹിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇംകാനു തമല്ലുഖി, അദ്ദേഹം ഉടമപ്പെടുത്താൻ പറ്റുന്ന ആളായിരിക്കണം. വഖഫ് ചെയ്യുന്ന അവസരത്തിൽ തന്നെ ആ മൗഖൂഫായ വസ്തുവിനെ ഉടമപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിൽ അദ്ദേഹം ഇവിടെ ഉണ്ടാകണം എന്നുള്ളത്. അതുപോലെ അവ്യക്തമായ ഒരു വ്യക്തി ആകരുത് എന്ന് പറയുന്നത്.
അത് മുഅയ്യനായ ഒരു പള്ളി പോലത്തതല്ലാത്ത ഒരു വ്യക്തിക്ക്, നിർണിത വ്യക്തിക്കോ അല്ലെങ്കിൽ നിർണിത മസ്ജിദിനോ ഒന്നുമല്ലാത്ത, അങ്ങനത്തെ ഒന്നും അല്ലാത്തൊരു അവസരത്തില് ഇബ്ഹാം ഉണ്ടാവരുത് എന്ന് പറയുന്ന ഒരു രൂപം. അപ്പോ ഇപ്പൊ മുഅയ്യനായ ഒരു ആളുടെ മേലിൽ വഖഫ് ചെയ്യുന്നതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഈ വസ്തു MDS പള്ളിക്ക് വേണ്ടിയിട്ട് വഖഫ് ചെയ്തു എന്ന് പറയുക, അല്ലെങ്കിൽ ഞാൻ ഈ വസ്തു ഇന്ന വ്യക്തിയുടെ പേരിൽ വഖഫ് ചെയ്തു എന്നൊക്കെ പറയാം. ഒരു ആമായ ജിഹത്തിന്റെ മേലിൽ വഖഫ് ചെയ്യുന്നതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഫുഖറാഇന്റെ മേലിൽ വഖഫ് ചെയ്തു, അല്ലെങ്കിൽ മിസ്കീന്മാരുടെ മേലിൽ വഖഫ് ചെയ്തു എന്നൊക്കെ പറയുന്ന രൂപം. നാലാമത്, ഈ മൗഖൂഫുൻ അലൈഹി അത് സ്വീകരിക്കണം എന്ന നിബന്ധനയില്ലെങ്കിലും റദ്ദ് ചെയ്യരുത്, മടക്കി ഞാനത് സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. അതൊരു മുഅയ്യനായ വ്യക്തിയാണെങ്കിൽ, പള്ളി പോലത്തതിന് വഖഫ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല, അതിന്റെ നാദിറും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു മുഅയ്യനായ വ്യക്തിയുടെ മേലിലോ അങ്ങനെ വഖഫ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം സ്വീകരിക്കുന്നില്ലെങ്കിലും അതിനെ റദ്ദ് ചെയ്യരുത് എന്നൊരു നിബന്ധന ഉണ്ട്. അഞ്ചാമത്, മൗഖൂഫ് എന്നുള്ളത്, ഇനി മൗഖൂഫിലേക്ക്, ഇത്ര നേരം നമ്മൾ മൗഖൂഫിന് അലൈഹിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറഞ്ഞത്. ഇനി മൗഖൂഫ് എനിക്കുള്ള നിബന്ധനയാണ് പറയുന്നത്. മൗഖൂഫ് എന്നുള്ളത് ഒരു മുഅയ്യനായ ഒരു വസ്തുവാകണം, ഐനാകണം. അപ്പൊ മംഫഅത്ത് എന്താക്കാൻ പാടില്ല, വഖഫ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഒരാൾ ഒരു ബൈക്കോ ഒരു കാറോ വാടകയ്ക്ക് എടുത്തിട്ട്, കുറഞ്ഞ കാലത്തേക്ക് വാടകയ്ക്ക് എടുത്തിട്ട്, ഞാൻ ആ കാലയളവിൽ അത് വഖഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അവിടെ അദ്ദേഹത്തിന് മിൽക്കുള്ളത് മംഫഅത്തിന്റെ മേലിലാണ്, വസ്തുവിന്റെ മേലിൽ മിൽക്കില്ല. അപ്പൊ ആ വഖഫ് എന്നല്ല, ശരിയാകൂല. അപ്പൊ ഐനാകണം എന്നുള്ളതാണ്. മാത്രം പോരാ, മംലൂക്കത്തൻ, അദ്ദേഹത്തിന് ഉടമസ്ഥതയുള്ളതാകണം. തുഫീദു വഹിയ ബാക്കിയത്തുൻ, അത് അവശേഷിക്കവേ അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉപകാരം ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോ ഭക്ഷണം പോലത്തത് വഖഫ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ, അത് നശിക്കൽ കൊണ്ടാണ് അതിന്റെ ഉപകാരം എടുക്കല്. അങ്ങനത്തെ വസ്തു വഖഫ് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മങ്കൂലായാലും കുഴപ്പമില്ല. ഷാഫി മദ്ഹബ് അനുസരിച്ച് മങ്കൂലും വഖഫ് ചെയ്യാം, മങ്കൂലായ വസ്തുക്കളെ വഖഫ് ചെയ്യാം. അതുപോലെ തന്നെ അഖാർ, ഭൂസ്വത്തുക്കള്, വീടുകള്, അങ്ങനത്തതൊക്കെ വഖഫ് ചെയ്യുന്നതിനും കുഴപ്പമില്ല. അടുത്തത് നമ്മൾ പറയാനുള്ളത് സീഗ വേണം. സീഗ എന്നുള്ളത് ഷാഫി മദ്ഹബ് അനുസരിച്ച് വഖഫിനൊക്കെ നിബന്ധനയാണ്. അത് സ്വരീഹായിട്ടുള്ളതുണ്ട്, കിനായത്തായിട്ടുണ്ട്. വഖഫ്തു കഥ അല കഥ, ഞാൻ ഇതിനെ ഇന്നതിന്റെ മേലിൽ വഖഫ് ചെയ്തു, അല്ലെങ്കിൽ ഹബ്ബസ്തു എന്നൊക്കെ പറയുന്ന പദങ്ങള്. അന്നേരം ഹറംതു എന്ന് പറയുന്ന പദം, അങ്ങനത്തെ പദങ്ങള്. അതുപോലെ കിതാബത്ത്, ഇനി എഴുതിയിട്ടും എന്ത് വേണമെങ്കിൽ നടത്താം, വഖഫ് നടത്താം. പക്ഷെ അവിടെ നിയ്യത്തിലേക്ക് ആവശ്യമാകും. കിതാബത്ത് എന്നുള്ളത് കിനായത്തിന്റെ സ്ഥാനത്താണ്. ഇനി വഖഫുമായി ബന്ധപ്പെട്ട് മറ്റൊന്നാണ് തഅബീദ്. ഷാഫി മദ്ഹബിൽ, മാലിക്കി മദ്ഹബിൽ തഅബീദ് നിബന്ധനയില്ല. മാലിക്കി മദ്ഹബിൽ അതുപോലെ തന്നെ പിന്നെ മംഫഅത്തിനെയും വഖഫ് ചെയ്യാം. പക്ഷെ ഷാഫി മദ്ഹബിലേക്ക് വരുന്ന അവസരത്തിൽ തഅബീദ് എന്നുള്ളത്, കാലാകാലം ഇവരിൽ നിന്ന് ആ മിൽക്ക് നീങ്ങി എന്നുള്ളത് വേണം. തഅബീദ് ഷർത്താണ്. അപ്പം ഇത്ര ഒരു വർഷത്തേക്ക് ഞാൻ വഖഫ് ചെയ്തു, MDS പള്ളിക്ക് ഞാനിത് ഒരു വർഷത്തേക്ക് വഖഫ് ചെയ്തു, ഒരു കാറ് എന്ന് പറഞ്ഞാൽ അത് ശരിയാവൂല. അതുപോലെ തന്നെ തെൻജീസും ഷർത്താണ്. തെൻജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ മാസത്തിന്റെ അവസാനം വന്നാൽ ഞാൻ വഖഫ് ചെയ്തു എന്നൊന്നും പറഞ്ഞാൽ, തെൻജീസ് തഅലീഖ് ചെയ്ത് പറഞ്ഞാൽ എന്താവൂല, ശരി ആകൂല. അപ്പോ പള്ളി പോലത്ത സാധനങ്ങള് അവിടെ ഇനിയിപ്പോ തഅലീഖ് ചെയ്താലും, പള്ളി പോലത്തെ ഒരു കുർബത്ത് ലാഹിറാകുന്ന ജിഹത്തുകളിലൊക്കെ തഅലീഖ് ചെയ്താലും അവിടെ ശരിയാകും എന്നുള്ളത് മറ്റൊന്ന്. കാരണം പള്ളിയുടെ ഹുക്മ മറ്റുള്ളതിൽ നിന്നെല്ലാം വ്യത്യാസം ഉണ്ട്. അതുപോലെ തന്നെ പള്ളിക്ക് വഖഫ് വേണ്ടാത്ത ഒരു സാഹചര്യവും നമുക്ക് എന്താക്കാം, പള്ളിക്ക് സീഗയിലേക്ക് ആവശ്യം വരാത്ത സാഹചര്യങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന് ഒരാള് പിന്നെ ഭൂമി ജനങ്ങളിൽ നിന്ന് പള്ളിക്ക് വേണ്ടിയിട്ട് പിരിവ് നടത്തുന്നു. അങ്ങനെ പിരിവ് നടത്തി കഴിഞ്ഞാൽ അദ്ദേഹം ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ പള്ളിയായി വഖഫ് ചെയ്യാൻ പള്ളി ഉണ്ടാക്കിയാൽ മതി, പള്ളിന്റെ രൂപത്തിൽ ബിനാ നടത്തിയാൽ മതി. അവിടെ ഇനി നിയ്യത്തോട്, പള്ളി എന്ന ലക്ഷ്യത്തോടു കൂടെ ബിനാ നടത്തിയാൽ മതി. അവിടെ പ്രത്യേകം പദത്തിലേക്ക് ആവശ്യം ഇല്ല എന്നാണ് നിഹായയൊക്കെ പറഞ്ഞ ഒരു
റൂട്ട്. മഹാനായിട്ടുള്ള റംലി ഇമാമിന്റെ ഒക്കെ റൂട്ട് അങ്ങനെയാണ്. ഫതുൽ മുഈനിലും ആ ഉദ്ധരണി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതിനെ ചില ആളുകൾ അതിന്റെ മേലിൽ ചില എഴുത്തുറാളുകൾ പറഞ്ഞതായിട്ട് അവിടെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും അതും പറ്റുന്ന രീതിയായിട്ടാണ് മനസ്സിലാകുന്നത്. ഇനി അതുപോലെ തന്നെ പറയാനുള്ള ഒന്നാണ്, വഖഫ് ചെയ്തു കഴിഞ്ഞാൽ അതോടുകൂടെ ആ വസ്തുവിന്റെ മേലിലുള്ള വാക്കിഫിന്റെ മിൽക്ക് പൂർണ്ണമായും അല്ലാഹു തആലയിലേക്ക് നീങ്ങും. അപ്പോ വഖഫിനെ വിൽക്കുക എന്നുള്ളത് ഒരിക്കലും ശാഫിഈ മദ്ഹബിൽ നമുക്ക് എന്താക്കാൻ പറ്റൂല, സങ്കല്പിക്കാൻ പറ്റൂല. ശാഫിഈ മദ്ഹബിൽ വഖഫ് വിൽപ്പന നടത്തുക എന്നുള്ള ഒരു സാഹചര്യം ഇല്ല. അതിന് ഹിബത്ത് കൊടുക്കാനോ വാക്കിഫിന്റെ വാരിസ്യങ്ങൾ ഇറുസെടുക്കാനോ ഒരു സാഹചര്യങ്ങളൊന്നും അവിടെ ഇല്ല. മറിച്ച് വാക്കിഫിനക്ക് ചില നിബന്ധനകളെല്ലാം വെക്കാം. പക്ഷെ ഉപകാരങ്ങൾ വാക്കിഫിനക്ക് എടുക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കി തീർക്കാം. ഉദാഹരണത്തിനൊക്കെ പറയുന്നത്, ഒരാള് അയാളുടെ ഉപ്പയുടെ മക്കളുടെ മേലിൽ വഖഫ് ചെയ്യാം, എന്നിട്ട് അയാളുടെ ഔസാഫുകൾ പറയുക. അങ്ങനെയാണെങ്കിൽ അയാളുടെ മേലിൽ, അങ്ങനെ നഫ്സിന്റെ മേലിൽ വഖഫ് ശരിയാവൂലെങ്കിലും ശരിയാക്കാൻ പറ്റുന്ന രൂപങ്ങളൊക്കെ ചില ഇമാമിങ്ങൾ എന്തായിട്ടുണ്ട്, ഈലത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വാക്കിഫിന്റെ ഷർത്തുകളെല്ലാം വഖഫിൽ എന്താക്കും, പാലിക്കപ്പെടും. അത് ശറഇന് വിരുദ്ധമല്ലാത്തതും അതുപോലെ തന്നെ ശറഇന് വിരുദ്ധമല്ലാത്ത വാക്കിഫിന്റെ ഷർത്തുകൾ, അല്ലെങ്കിൽ വഖഫിനോട് മുനാഫിയല്ലാത്ത ഷർത്തുകൾ, അതൊക്കെ എന്താക്കും, പാലിക്കപ്പെടും. ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ചെറിയൊരു വിഷയം കൂടെ സൂചിപ്പിക്കാം. ഇപ്പോ ഞാന് ഈ കോളേജിന് MDS വേണ്ടിയിട്ട് ഒരു ഭൂമി വഖഫ് ചെയ്യുകയാണ്. ഞാൻ വഖഫ് ചെയ്തു എന്ന് പറയുന്നു. അതോടൊപ്പം ഒരു നിബന്ധന വെക്കുന്നു, ഒരു കാലഘട്ടത്തിൽ ഈ കോളേജ് ഇല്ലാതാവുകയാണെങ്കിൽ എന്നിലേക്ക്, അതുപോലെ എൻ്റെ അനന്തരാവകാശികളിലേക്കും അതിന്റെ മംഫഅത്ത്, അല്ലെങ്കിൽ അത് റുജൂഉണ്ട്, അത് മടങ്ങും, അതിന്റെ അധികാരം മടങ്ങും എന്നൊരാൾ നിബന്ധന വെച്ചാൽ ആ വഖഫ് ശരിയല്ല എന്നുള്ളതാണ് ഈ തുഹ്ഫയിലും നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റുജൂഇന് ഷർത്ത് വെച്ചാൽ, ഷർത്തായി നിബന്ധനയായി വെച്ചാൽ, ഞാൻ MDS വേണ്ടി വഖഫ് ചെയ്യുന്നു, ആ കോളേജ് ഇല്ലാതെയായാൽ ഈ ഭൂമി എന്നിലേക്കും എന്റെ വാരിസ്യങ്ങളിലേക്കും മടങ്ങി വരും എന്ന നിബന്ധനയോടുകൂടെ, എന്ന നിബന്ധനയായി വെച്ച് കഴിഞ്ഞാൽ ആ വഖഫ് ശരിയാവൂല. അന്നേരം MDS വേണ്ടി വഖഫ് ചെയ്യുന്നു, ശേഷം അതിന് നിശ്ചയത്തിന് ശേഷം പിന്നീട് എന്റെയും എന്റെ വാരിസ്യങ്ങളുടെ മേലും വഖഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് മുങ്കത്തിയുൽ ആഖിർ എന്ന് പറയുന്ന ഒരു രൂപം വഖഫിന് വരാനുണ്ട്. അതിലേക്ക് വരും. അവിടെ വഖഫ് ശരിയാവുകയും ശേഷം ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടാവും. ഇനി ആരിലേക്കാണ് വഖഫിന്റെ മസ്രിഫ് പരിഗണിച്ചിട്ട് വഖഫിന് 3 രൂപങ്ങൾ പറയാറുണ്ട്. ഒന്ന് മുങ്കത്തിയുൽ അവ്വല്, അതുപോലെ തന്നെ മുങ്കത്തിയുൽ വസത്ത്, അതുപോലെ മുങ്കത്തിയുൽ ആഖിർ. ഇങ്ങനെ 3 രൂപങ്ങൾ. അഥവാ വഖഫ് ചെയ്യാൻ പറ്റാത്ത ഒരു ആളുടെ മേലില് ആദ്യം തന്നെ വഖഫ് ചെയ്യുകയും, ഉദാഹരണം പറയുകയാണെങ്കിൽ വഖഫ്തു അലാ മസ്ജിദിൻ സയുബ്ന സുമ്മൽ ഫുഖറാഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം തന്നെ പറഞ്ഞ മസ്രിഫ് ശരിയല്ലാത്തത് കൊണ്ട്, അഥവാ ശേഷം ഉണ്ടാക്കാൻ പോകുന്ന ഒരു പള്ളി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ശേഷം ഉണ്ടാക്കാൻ പോകുന്ന പള്ളി എന്ന് പറയുമ്പോൾ നിലവിൽ വഖഫിന്റെ അവസരത്തിൽ ആ വസ്തു മൗജൂദല്ല, അതുകൊണ്ട് തന്നെ അതിന് വഖഫ് ശരിയാവൂല. അപ്പം മുങ്കത്തിയുൽ അവ്വലാണ്, അതുകൊണ്ട് ആ വഖഫ് ശരിയല്ല. അന്നേരം മധ്യത്തിലാണ് ആദ്യം വഖഫ് ശരിയാകുന്ന ഒരാളുടെ മേലിൽ പറയുകയും ശേഷം പറ്റാത്ത ഒരാളുടെ മേലിൽ പറയുകയും വീണ്ടും പറ്റുന്ന ഒരാളുടെ മേലിൽ പറയുകയും ചെയ്താൽ വസത്തിലാണ് ഇംഗിത്താഴ് വരുന്നത് വഖഫ് ശരിയാത്തതെന്നെങ്കിൽ, അല്ലെങ്കിൽ നേരെ ഫസ്റ്റും രണ്ടാമതും വഖഫ് ശരിയാവുന്ന ആളുകളുടെ മേലിൽ പറയുകയും അവസാനത്തിൽ വഖഫ് ശരിയാവാത്ത ആളുകൾ, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ രൂപം പോലെ അങ്ങനെ വരികയാണെങ്കിലും വഖഫ് ശരിയാവും. ഈ ഇംഗിത്ത ആവുന്ന അവസരത്തില് വാക്കിഫിന്റെ കുടുംബത്തിൽ നിന്നുള്ള ഫക്കീറന്മാർക്ക്, അക്രബായ കുടുംബക്കാരിൽ നിന്ന് ഫക്കീറായ ആളുകളിലേക്ക് വഖഫിന്റെ മംഫഅത്തിനെ തിരിക്കുകയാണ് വേണ്ടത്. മറ്റൊന്ന് പറയാനുള്ളത്, വഖഫ് ഒരിക്കലും ഇംഗിത്ത ആകുന്ന സാഹചര്യമില്ല. ശാഫിഈ മദ്ഹബ് അനുസരിച്ച് ലാ യൻഖതിഉൽ വഖഫ് ബിൻഹിദാമിൽ മസ്ജിദ്, പള്ളി പോലോത്തത് നശിക്കുന്നത് കൊണ്ടൊന്നും പൊളിഞ്ഞാടി എന്നതുകൊണ്ടൊന്നും വഖഫ് എന്താകൂല, ഇംഗിത്ത ആകൂല.
കാരണം ലിംകാനി സ്വലാത്തി വലിയ ഇത്തികാഫി ഫി അർളിഹി, അതൊക്കെ പള്ളിയും ഭൂമിയും ഒക്കെ വഖഫാവുന്ന അവസരത്തില്, പള്ളിന്റെ ഭൂമി അടക്കം വഖഫാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്ന സമയത്തില് അവിടെ വഖഫ് എന്താകൂല, ഇംഗിത ആകൂല എന്ന് പറയുന്നതായിട്ട് കാണാം. ഇനി അതുകൊണ്ട് ഉപകാരം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇന്തിഫാഴ് പറ്റുന്നില്ല, ഇല്ലാ ബിസ്തിഹ്ലാഖിഹി, അതിനെ ഇസ്തിഹ്ലാഖ് ചെയ്യൽ, ഇഹ്റാഖ് പോലും, അതിപ്പം ഷജർ പോലത്തെ മരങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വസ്തുക്കളാണ് വഖഫ് ചെയ്യുന്നതെങ്കിൽ അത് പൊളിഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ മറിഞ്ഞു വീഴുകയോ ഒക്കെ ചെയ്തു, അതൊരു നിലക്കും അത് കരിച്ചിട്ടോ അല്ലെങ്കിൽ വിറകേക്ക് കത്തിച്ചിട്ടോ ഒക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുള്ളൂ എങ്കിൽ അങ്ങനെ ഉപകാരപ്പെടുത്താം എന്ന് പറയുന്നതായിട്ട് കാണാം. ഇനി വഖഫിന്റെ ബൈഉമായി, വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ചർച്ച കൂടെ ചെയ്ത് അവസാനിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ്. ശാഫി മദ്ഹബ് അനുസരിച്ച് വലാ യബിഉഹു വലാ യഹബുഹു ബിഹാലിൻ, ഒരവസ്ഥയിലും വിൽപ്പന നടത്താനോ അല്ലെങ്കിൽ അതിനെ മറ്റൊരാൾക്ക് ദാനം ചെയ്യാനോ കഴിയില്ല. ശാഫി മദ്ഹബിലെ നിയമം അങ്ങനെയാണ്. വൈദാ ബരിയത്തെ ഹസ്റുൽ മസ്ജിദിൽ മൗഖൂഫത്തി അവ ഇൻകസറത്തി ജുദൂഉഹു അൽ മൗഖൂഫ ബിഹൈസു ലാ യസ്ലഹു ഇല്ലാ ലിൽ ഇഹ്റാഖി, മറ്റൊരു തരത്തിലും അതിന് ഉപകാരം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ പള്ളിയുടെ അങ്ങനെ പായ അല്ലെങ്കിൽ അതിന്റെ കൗക്കോല് പോലത്തെ സാധനങ്ങളൊക്കെ പഴയ പള്ളികളൊക്കെ ആണെങ്കിൽ അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ പറ്റും എന്ന് പറയുന്നുണ്ട്. അതിന്റെ തത്തുല്യമായത് മേടിക്കാൻ വേണ്ടി അതിന്റെ പിന്നെ പൈസയെ വിറ്റ കാശിനെ ഉപകാരപ്പെടുത്തണം എന്നും പറയുന്നുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ മറ്റ് പള്ളികളുടെ മസ്ലഹത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താം എന്നും പറയുന്നുണ്ട്. ഇനി പള്ളിയുടെ വിഷയത്തിലേക്ക് പ്രത്യേകമായി, ഇപ്പം നമ്മളുടെ നാടുകളിൽ ഹൈവേക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പള്ളികൾ പൊളിച്ചിട്ടുണ്ട്. അങ്ങനത്തെ പള്ളിയിലേക്ക് വരുന്ന സമയത്തിൽ വലാ യുൻഖദുൽ മസ്ജിദു ഇല്ലാ ഇദാ ഖീഫ അലാ നിഖ്ളിഹി ഫയുൻഖദു, പള്ളി ഒരിക്കലും എന്താക്കാൻ പറ്റില്ല, പൊളിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല. എങ്ങനെ ഒഴികെ അതിന്റെ നെഖ്ളിന്റെ മേലിൽ പേടിക്കപ്പെട്ടാൽ ഒഴികെ. അപ്പൊ അത് പൊളിക്കപ്പെടും എന്നൊരു ധാരണ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് പൊളിഞ്ഞു ചാടിയതാണെങ്കിൽ അതിന്റെ പിന്നെ അവശിഷ്ടങ്ങളെല്ലാം ആരെങ്കിലും കൊണ്ടുപോകും എന്നുള്ളൊരു പേടിയുണ്ടെങ്കിലൊക്കെ അതിനെന്താക്കാം, പൊളിക്കുകയും വയഫ്ഫദു, അതിനെ സൂക്ഷിക്കപ്പെടുകയും സൂക്ഷിച്ചു വെക്കുകയും അത് വീണ്ടും ആ പള്ളി അവിടെ എടുക്കാൻ സാധിക്കും എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ സൂക്ഷിച്ചു വെക്കാം. അല്ലെങ്കിൽ യുഅ്മറു ബിഹി മസ്ജിദുൻ ആഖർ, ഈ പള്ളിയോട് അടുത്തിട്ടുള്ള മറ്റൊരു പള്ളിക്ക് വേണ്ടിയിട്ട് അതിന്റെ പിന്നെ പരിപാലനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. അതുപോലെ തന്നെ അങ്ങനെ പൊളിഞ്ഞാടിയ പള്ളിന്റെ വരുമാനം ഉണ്ടെങ്കിൽ ആ പള്ളിയോട് ഏറ്റവും അടുത്ത് ആ പള്ളി വീണ്ടും അവിടെ നിർമ്മിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് അതിന്റെ വരുമാനത്തിന് സൂക്ഷിച്ചു വെക്കുകയും, അല്ലാത്ത പക്ഷം അടുത്തുള്ള മറ്റൊരു പള്ളിയിലേക്ക് അതിന്റെ വരുമാനത്തിനെ എന്താക്കുകയും നീക്കുകയുമാണ് വേണ്ടത് എന്ന്. ഇതാണ് ശാഫി മദ്ഹബിന്റെ ഒരു ശൈലി. അപ്പൊ പള്ളി പൊളിക്കാനുള്ള ഒരു സാഹചര്യം ശാഫി മദ്ഹബിൽ പൊതുവായിട്ടില്ല, അല്ലെങ്കിൽ പള്ളി വിൽക്കാനുള്ള ഒരു സാഹചര്യം ശാഫി മദ്ഹബിൽ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. എന്നാൽ മാലിക്കി മദ്ഹബില് പ്രബലമല്ലെങ്കിലും ഒരഭിപ്രായം അനുസരിച്ചിട്ട് റോഡ് വിശാലതയാക്കാനോ അല്ലെങ്കിൽ മക്ബറ വിശാലത നടത്താനോ പള്ളി വേണമെങ്കിൽ അവിടുന്ന് വിൽപ്പന നടത്തുകയോ അല്ലെങ്കിൽ അത് പൊളിക്കുകയൊക്കെ ചെയ്യാം എന്ന് ഇബ്നു ഖുദാമൽ മഖ്ദസി തങ്ങളുടെ മുഗനിയിൽ എന്താക്കുന്നുണ്ട്, ഒരു അഭിപ്രായമായിട്ട് അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. ഹനഫി മദ്ഹബില് വഖഫ് വിൽപ്പന അല്ലെങ്കിലും ഇസ്തിബ്ദാലി എന്ന് പറയുന്ന ഒരു വകുപ്പ് ഹനഫി മദ്ഹബിലും പറയുന്നുണ്ട്. അതും പള്ളിയിലേക്ക് ബാധകമല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇസ്തിബ്ദാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഖഫ് ചെയ്തൊരു വസ്തുവിനെ വിറ്റ് അതിന്റെ സ്ഥാനത്ത് വിൽക്കേണ്ട കുറെ നിബന്ധനകളുണ്ട് ഇസ്തിബ്ദാലിന്. ആ നിബന്ധനകൾ ഒക്കുന്ന അവസരത്തിൽ അതിനെ വിറ്റ് അതിന്റെ സ്ഥാനത്ത് മറ്റൊന്നിനെന്താക്കുക, വഖഫായിട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു സാധ്യത കൂടെ. അങ്ങനെ അംബലി മദ്ഹബിലാണെങ്കിൽ ഷാഫി മദ്ഹബ് പോലെ തന്നെയാണ് വിൽപ്പനയുടെ വിഷയത്തിലും മറ്റും അവിടെ വകുപ്പുകൾ എന്താകുന്നില്ല, വെക്കുന്നില്ല. ഷാഫി മദ്ഹബ് പോലെ ഒരു നിലക്കും വിൽപ്പന നടത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് നമുക്കിപ്പം ഇങ്ങനെ ഹൈവേന്റെ വീതികൂട്ടലും ഇതൊക്കെ ആകുന്ന സമയത്തിൽ ഷാഫി മദ്ഹബ് സ്വീകരിക്കുന്നത് കൊണ്ട് ഇപ്പൊ പറഞ്ഞല്ലോ, പൊളിക്കപ്പെടും എന്നുള്ളൊരു ഭയം വന്നാൽ അല്ലെങ്കിൽ അതിന്റെ സാമഗ്രികളെല്ലാം അവർ പൊളിച്ചെടുത്ത് കൊണ്ടുപോകും എന്നുള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞാല് ആ ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് പൊളിച്ചെടുത്ത് മാറ്റാം. പക്ഷേ പൊതുവിൽ നമ്മളുടെ നാട്ടിൽ അതിന്റെ ഭൂമി അടക്കം വഖഫ് ചെയ്യുന്നൊരു സാഹചര്യം ആയതുകൊണ്ട് അവിടെ നമ്മൾ ചിലപ്പം ഹംബലി മദ്ഹബ് തഖ്ലീദ് ചെയ്യുകയായിരിക്കും വേണ്ടി വരിക. കാരണം സർക്കാർ പൊളിക്കും എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് അവിടെ വേറെ സാഹചര്യമില്ല.
അല്ലെങ്കിൽ മാലിക്കി മദ്ഹബിൽ പറഞ്ഞ ആ ഒരു അഭിപ്രായം സ്വീകരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇനി നമ്മൾ കുറച്ച് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയുള്ള കാലഘട്ടത്തിൽ വഖഫൊക്കെ നടത്തുന്ന സമയത്തിൽ നമ്മളുടെ ഫുഖഹാവ് പറഞ്ഞു വെച്ചൊരു ഓപ്ഷൻ ഉണ്ട്. മേൽഭാഗം വഖഫ് ചെയ്യുക താഴ്ഭാഗം കൂടാതെ, അല്ലെങ്കിൽ താഴ്ഭാഗം വഖഫ് ചെയ്യുക മേൽഭാഗം കൂടാതെ, അല്ലെങ്കിൽ പിന്നെ ടൈൽസ് വിരിക്കുക, ഗ്രാനൈറ്റ് വിരിക്കുക, എന്നിട്ട് ആ ഗ്രാനൈറ്റ് പതിപ്പിച്ചതിന് ശേഷം, കാരണം പള്ളിക്ക് മങ്കൂരാവാൻ പറ്റൂല എന്നൊരു നിബന്ധന ഉണ്ട്. സബാത്ത് നിബന്ധനയാണ്. ഉറച്ചിക്കുന്ന ഒരു സാധനെ പള്ളിയായിട്ട് വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ ശാഫി മദ്ഹബ് അനുസരിച്ചിട്ട്. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്തില് അങ്ങനെ പിന്നെ ഉറപ്പിച്ചതിന് ശേഷം ആ വസ്തു മാത്രം എന്താക്കാം, വഖഫ് ചെയ്യാം. ഈ പറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടാവുന്ന സമയത്തില്, ഇപ്പം ഹൈവേക്കൊക്കെ വേണ്ടി ഇതാക്കുന്ന സമയത്തില് അത് പൊളിക്കാം. ഈ ഒരു പറഞ്ഞ ഷാഫി മദ്ഹബിലെ മസല അനുസരിച്ച് തന്നെ അത് പൊളിച്ചെടുക്കുകയും, അങ്ങനെ പൊളിച്ചു കഴിഞ്ഞാൽ അതിന്റെ വഖഫിയ്യത്ത് നീങ്ങുമോ ഇല്ലേ എന്നുള്ളതിൽ ഷാഫി മദ്ഹബിൽ രണ്ടഭിപ്രായം പറയുന്നുണ്ട്. അവിടെ പ്രബലം എന്ന് ഖുർദി ഇമാം എല്ലാം വിലയിരുത്തിയത് വഖഫിയ്യത്ത് വഖഫാവുക, വഖഫ് എന്നുള്ള അഥവാ മസ്ജിദിയത്ത് അതിനെ തൊട്ട് നീങ്ങും എന്നുള്ളതാണ്. അലി ശബ്റാമിൽ ലിസിയെ പോലത്തവര് നീങ്ങില്ല എന്നുള്ള ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇനി വഖഫ് ചെയ്യുമ്പോൾ ഒരു സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്. ഭൂമി വഖഫ് ചെയ്യുക എന്ന് വന്നു കഴിഞ്ഞാൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് പിന്നെ അത് വിൽപ്പന നടത്താനോ അവിടെ മറ്റൊരു കൈകടത്തലോ കൈകാര്യം ചെയ്യാനോ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉത്ഭവിക്കും. അപ്പൊ പരമാവധി ഭൂമി മസ്ജിദായിട്ട് വഖഫ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അല്ലെങ്കിൽ ഏഴാം ഭൂമിയിലേക്ക് വരെ വഖഫ് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിനെയും നമ്മൾ സൂക്ഷിക്കണം. അപ്പൊ ഈ വസ്തു അഥവാ നമ്മൾ മാർബിളോ ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ട് പള്ളിയൊക്കെ പണി കഴിഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ തീരുമാനിക്കുക, വഖഫ് ചെയ്യുന്ന ആള് പറയാ ഇതിനെ ഞാൻ എന്താക്കി വഖഫ് ചെയ്തു എന്ന് തന്നെ പ്രത്യേകം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടി വരും ഇനി മുതൽ എന്ന് മനസ്സിലാകുന്നു. അതുപോലെ പുതിയതായി നടക്കുന്ന ചില വഖഫുകൾ അതിനെ കൂടെ ഒന്ന് ഉണർത്താം. അതിന്റെ ഒരു തഹരീർ ഇവിടെ പറയുന്നില്ല, അത് എല്ലാവരും ഒന്ന് കറൻസി വഖഫ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇന്ന് അറേബ്യൻ രാജ്യങ്ങളിൽ മലേഷ്യ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അഥവാ വഖഫ് ബോർഡിന് കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ വഖഫ് കമ്മിറ്റിക്ക് കൊണ്ടുപോയിട്ട് ഒരു ഇത്ര ഡോളർ അല്ലെങ്കിൽ ഇത്ര രൂപ എന്താക്കുക കൊടുക്കുക, ഞാൻ വഖഫ് ചെയ്തു എന്ന് പറയാം. ഷാഫി മദ്ഹബില് പിന്നെ ദറാഹിമ ദനാനീർ പോലത്തെ, കാരണം അതൊക്കെ അതിന്റെ ലാത്തിന് ഇസ്തിഹ്ലാക്ക് ചെയ്തിട്ടാണല്ലോ, അതിന്റെ അയിന് ബാക്കിയാവാതെയാണല്ലോ അതിന്റെ ഒക്കെ മംഫഅത്ത് എടുക്കല്. അതുകൊണ്ട് തന്നെ അത് വഖഫ് ചെയ്യാൻ അവിടെ എന്താകുന്നില്ല. ഷാഫി മദ്ഹബ് അനുസരിച്ചിട്ട് അങ്ങനെ ഒരു വകുപ്പില്ല. ദറാഹിമ ദനാനീർ എന്താക്കാൻ വഖഫ് ചെയ്യാൻ ആ വിഷയം മഹാനായിട്ടുള്ള ഇബ്നു ഹജർ തങ്ങൾ എന്താക്കുന്നുണ്ട്, തുഹ്ഫയിൽ തന്നെ പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് മഖ്സൂദായിട്ടുള്ളതായ ഫായിദത്തൻ തുഫീദു ഫായിദത്തൻ മഖ്സൂദത്തൻ മിൻഹു, ആ വസ്തുവിൽ നിന്ന് ലക്ഷ്യമാക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു ഫായിദ ലഭിക്കണം എന്ന് പറയുന്നിടത്ത് പറയുന്നുണ്ട് വഖറജ മാലാ യുഖ്സദു കനഖദിൻ, സ്വർണം പോലെ, എന്തിന് ലിതസയ്യുനി ബിഹി, അതുകൊണ്ട് എന്താക്കാൻ വേണ്ടി സീനത്താക്കി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് പറ്റൂല. നഖദിനെ അന്നേരം ആഭരണത്തിനാണെങ്കിൽ പറ്റും, ധരിക്കാനും മറ്റൊക്കെ പറ്റും. ആ രണ്ടാമത്തതാണ് നമ്മൾ പറയാൻ പോകുന്ന വിഷയം. അവിൽ ഇത്തിജാരി ഫീഹി, നഖദില് ബിസിനസ് നടത്തുക, എന്നിട്ട് വസറഫി ലിബിഹി, അതിന്റെ ലാഭത്തിന് എന്താക്കുക കൊടുക്കുക, ലിൽ ഫുഖറാഇ, ആർക്ക്, പാവപ്പെട്ട ദരിദ്രർക്ക്. ഇതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ മലേഷ്യയിലൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ കറൻസി സക്കാത്ത്. അപ്പൊ ഇങ്ങനെ വഖഫ് കമ്മിറ്റി കൊണ്ടുപോയിട്ട് ഇത്ര രൂപ ഞാൻ വഖഫ് ചെയ്യുന്നു എന്ന് പറയുന്നു. അവരത് പല ബിസിനസ്സുകളിൽ ഉപയോഗപ്പെടുത്തിയിട്ട് അതിലുള്ള ലാഭം ആ നാട്ടിലെ എന്താണോ ആ നാട്ടിലെ പൊതു ലക്ഷ്യം ഉണ്ടാവുക, ഇപ്പൊ മസാലിഹിൽ മുസ്ലിമീനാണോ, ഇന്ന് അതിനു വേണ്ടിയിട്ട് റോഡ് വികസനമാണോ, പാലം വികസനമാണോ, എന്തിനു വേണ്ടിയിട്ടാണോ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഒരു രീതി. ഈ രീതി ശാഫിഈ മദ്ഹബ് അനുസരിച്ചിട്ട് എന്തല്ല ശരിയാകും എന്ന് പറയാൻ നമുക്ക് വകുപ്പില്ല. എന്നാൽ ഈ വിഷയത്തില് മഹാനായിട്ടുള്ള ഇമാമുൽ ആളം പിന്നെ അബു ഹനീഫ റഹിമഹുല്ലാ, അവിടുത്തെ അബു ഹനീഫ ഇമാമിന്റെ മദ്ഹബിൽ ദിർഹമ ദനാനിർ എന്താക്കാം വഖഫ് ചെയ്യാം. മഹാനവറുകളുടെ അനഫി മദ്ഹബിൽ പ്രബല ഗ്രന്ഥങ്ങളായി എണ്ണപ്പെടുന്ന ഒരു കിതാബിൽപ്പെട്ടാണല്ലോ റദ്ദുൽ മുഖ്താർ, ആശിയത്ത് റദ്ദുൽ മുഖ്താർ എന്ന് പറയുന്നത് ഇബ്നു ആബിദീൻ തങ്ങളുടെ. അതിൽ മഹാനവറുകൾ പറയുന്നുണ്ട് ദിർഹമ ദനാനീർ പോലത്തത്, ദറാഹിമ ദനാനീർ പോലത്തത് എന്താക്കാം വഖഫ് ചെയ്യാം. അതിനെ ഇപ്പം ഇവിടെ പറഞ്ഞ പോലെ ഈ വഖഫിൽ പറഞ്ഞതുപോലെ അതില് എന്താക്കുക, കച്ചവടം നടത്തിയിട്ട് അതിന്റെ റിബ്ഹ് എന്താക്കണം ജനങ്ങളിലേക്ക് ഇങ്ങനെ കൊടുക്കുക. അത് ഒരു ഇംഗിത ഇല്ലാത്ത രൂപത്തിൽ അതിനെ തസറുഫ് ചെയ്തുകൊണ്ട് അതിലെന്താക്കാം വഖഫ് നടത്താം. അതേ ഒരു അഭിപ്രായം മാലിക്കി മദ്ഹബിലും നമുക്ക് കാണാം. ദറാഹിമ ദനാനീർ എന്നുള്ളത് വഖഫ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാലിക്കി മദ്ഹബിലും നമുക്ക് കാണാം. മറ്റൊന്ന് കമ്പനി ഷെയർ വഖഫ് ചെയ്യുന്ന ഒരു സിസ്റ്റം.
കമ്പനി ഷെയറുകൾ എന്താക്കുക, വഖഫ് ചെയ്യുക. കമ്പനി ഷെയർ വഖഫ് ചെയ്യുക എന്ന് പറയുമ്പോഴും ഏകദേശം ഇതിനോട് പറഞ്ഞ രൂപം തന്നെയാണ്. ഷാഫി മദഹബിൽ ഇപ്പൊ അതിനൊരു വകുപ്പൊന്നും കാണുന്നില്ല. വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശറയിൽ പറഞ്ഞ ശരിക്കത്തിന്റെ രൂപം ഇന്നത്തെ ഷെയറുകൾക്ക് വരുന്നുണ്ടോ എന്നുള്ളത് തന്നെ വലിയൊരു ചർച്ചയാണ്. അപ്പോ അങ്ങനെ വരുന്നുണ്ട്. പൂർണ്ണ അധികാരം ഒരു വസ്തുക്കളുടെ മേലിലുണ്ട്. ഷെയറുകളിൽ അങ്ങനെ വരുന്നൊക്കെ ഉണ്ടെങ്കിൽ, ബിനാ ഒക്കെ ഉണ്ടെങ്കിൽ ആ ബിനായിനൊന്നും വഖഫ് ചെയ്യുന്നത്, മുഷാ ആണെങ്കിലും വഖഫ് ചെയ്യാന്ന് ഷാഫി മദഹബിലുണ്ട്. അങ്ങനെയാണെങ്കിൽ പറ്റും. അല്ലാത്ത പക്ഷം അത് പറ്റില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ മറ്റൊന്നാണ് പാറ്റന്റ് പോലത്തെ ഇന്റലക്ച്വൽ പ്രൊഡക്ട്സ്, അതൊക്കെ എന്താക്കുക എന്നുള്ളത്, വഖഫ് ചെയ്യാന്നുള്ളത്. ഇപ്പം പുസ്തകം ഇറക്കാൻ പബ്ലിക്കേഷനുള്ള അവകാശം, ഇതൊക്കെ വഖഫ് ചെയ്യുന്ന ഒരു സിസ്റ്റം ചില രാജ്യങ്ങളിലൊക്കെ കണ്ടുവരുന്നുണ്ട്. പാറ്റന്റ് പോലത്തെ സാധനം ഇന്ന പ്രൊഡക്റ്റ് ഇറക്കാനുള്ള ഒരു അവകാശമൊക്കെ ഉണ്ടാവുമല്ലോ ഗവൺമെന്റ് നൽകുന്നത്. ഇന്ന വ്യക്തികൾക്ക് കണ്ടുപിടിച്ച വ്യക്തിക്കായിരിക്കും ചിലപ്പോൾ അതിന്റെ അവകാശങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ അങ്ങനത്തെ വസ്തുക്കൾ വഖഫ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതും ഷാഫി മദഹബിൽ പറ്റൂല. കാരണം ഈ പാറ്റന്റ് പറയുന്ന സാധനം ഒരു അയിനല്ലല്ലോ. അയിനും മുഅയ്യനാവണം എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ മൗഖൂഫിന്റെ നിബന്ധനകൾ. അപ്പൊ അയിനല്ല, മംഫഅത്താണെന്നും അതിനെ കുറിച്ച് വിലയിരുത്താൻ പറ്റില്ല. മംഫഅത്താണെങ്കിൽ മാലിക്കി മദഹബിൽ ഒരു വകുപ്പുണ്ട്. മാലിക്കി മദഹബിൽ മംഫഅത്തിനെയും വഖഫ് ചെയ്യാം, അയിനെയും വഖഫ് ചെയ്യാം എന്ന് മാലിക്ക്. അപ്പൊ മാലിക്കി മദഹബിൽ ഈ തഅബീദ് ഷർത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പൊ ഞാനിപ്പോ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ബൈക്ക്, ഒരു കാറ് ഒരാൾ ഒരു 2 മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് വാടകയ്ക്ക് എടുത്തു. അവിടെ അദ്ദേഹം അതിന്റെ ഒരു വർഷത്തിനുള്ള ഉപയോഗത്തിനെയാണ് എന്താകുന്നത്, വിൽക്കാകുന്നത്, മംഫഅത്തിനെ വിൽക്കാകുന്നത്. അത് അനഫി മാലിക്കി മദഹബ് അനുസരിച്ച് അങ്ങനെ വഖഫ് ചെയ്യുന്നതിന് എന്തില്ല, വിരോധം ഇല്ല. അപ്പൊ ഈ പേറ്റന്റ് എന്നൊക്കെ പറയുന്നത് ഒരു മംഫഅത്താക്കി വെക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചർച്ചയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വകുപ്പ് പറയാം, അല്ലാത്ത പക്ഷം അതും ശരിയല്ല എന്ന് വിലയിരുത്തേണ്ടി വരും. ഈ പറഞ്ഞ രീതിയിലൊക്കെയാണ് പല വഖഫുകളും പുതുതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ വഖഫുകളൊക്കെ വരുന്ന സമയത്തിൽ ഇപ്പൊ ഞാൻ മറ്റു മദ്ഹബുകൾ പറഞ്ഞത് നമ്മൾ മറ്റു മദ്ഹബുകൾ തേടി പോവാന്നല്ല. മഹാനായിട്ടുള്ള ഇബ്നു ഹജറങ്ങൾ ഫതാവൽ ഹദീസിയയിൽ കാണാം, ഒരു ഇമാമിന്റെ മുഖല്ലിദായിട്ടുള്ള വ്യക്തി ഷാഫി ഇമാമിനെ പിന്തുടരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ മദ്ഹബിന്റെ അഭിപ്രായം വിട്ട് മറ്റൊരു അഭിപ്രായം സ്വീകരിക്കുന്നതിനെ കുറിച്ച് ഒരു ചോദ്യം വന്നപ്പോൾ ഫതാവൽ ഹദീസിലെ മഹാനവറുകൾ അവിടെ 6ഓളം രൂപങ്ങൾ സുബ്കി ഇമാമിനെ തൊട്ട് നിൽക്കൽ ചെയ്യുന്നുണ്ട്. അപ്പം 6ഓളം രൂപങ്ങൾ, പറ്റുന്നതും പറ്റാത്തതുമായ രൂപങ്ങൾ പറയുന്നിടത്ത് പറയുന്നുണ്ട് മുജറദ് തറഹുസ്, വെറും ഒരു റുഖ്സ എടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് മറ്റു മദ്ഹബിന്റെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ അത് പാടില്ല, മുംതനിയാണ് എന്ന് മഹാനവറുകൾ അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. അന്നേരം ഹാജത്തിന് വേണ്ടിയിട്ടാണ് റുഖ്സ, ഹാജത്ത് അതിലേക്ക് ഉണ്ടാവുകയും അതോടുകൂടെ റുഖ്സ എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ മറ്റു മദ്ഹബുകൾ സ്വീകരിക്കുകയാണെങ്കിൽ തെറ്റില്ല. ഞാൻ ഈ പറഞ്ഞതിൽ പല രൂപങ്ങളും ഇപ്പം പള്ളിയുടെ വിഷയത്തിലൊക്കെ പറഞ്ഞത് ഹാജത്ത് എന്നല്ല, നമുക്ക് പല ളുറൂറത്ത് പോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആ മേഖലകളിൽ സ്വീകരിക്കുന്നതിന് വിരുദ്ധാവൂല എന്ന് മനസ്സിലാക്കുന്നു. ഇൻഷാ അല്ലാഹ് ഉസ്താദുമാര് കൂടുതൽ നസീഹത്ത് തരും. ഞാൻ കൂടുതൽ വിഷയങ്ങൾ പറയുന്നില്ല. മറ്റു മദ്ഹബുകളുടെ അഭിപ്രായങ്ങളും വഖഫിന്റെ ശൈലികളൊക്കെ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കൽ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോ എത്ര പറഞ്ഞാലും, ഷാഫി മദ്ഹബ് പറഞ്ഞാലും, ഹനഫി മദ്ഹബ് പറഞ്ഞാലും, ഹംബലി പറഞ്ഞാലും, മാലിക്കി പറഞ്ഞാലും, ഏത് മദ്ഹബിന്റെ നിയമങ്ങൾ പറഞ്ഞിട്ടും നമുക്കിപ്പം ഇന്ത്യ രാജ്യത്ത് ഒരു പ്രത്യേക നേട്ടം കൈവരിക്കാനില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ വഖഫിന് ഒരു പ്രത്യേക നിയമം ഉണ്ട്. ആ നിയമം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് ഏതെങ്കിലും ഒരു മദ്ഹബിൽ നിന്നോ അല്ലെങ്കിൽ മദ്ഹബുകളിൽ നിന്നെല്ലാം കൂടെ സമാഹരിച്ചതാണോ എന്ന് പരിശോധന നടത്തുക എന്നല്ലാതെ, ഇന്നിപ്പോ ഒരു നിയമം ഉണ്ടായതുകൊണ്ട് തന്നെ ആ നിയമം അനുസരിച്ചിട്ടേ ഇവിടുത്തെ നിയമങ്ങൾ കോടതി അങ്ങനെയേ വിധിക്കുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ സ്ഥാപനത്തിന് വേണ്ടി വഖഫൊക്കെ അവിടെ ഇപ്പം കോടതി വഖഫാണെന്ന് വിധിച്ച വഖഫാണ്, നമ്മളത് വഖഫല്ല എന്ന് ഷാഫി മദ്ഹബ് അനുസരിച്ച് പറഞ്ഞാലും. പക്ഷെ നേരത്തെ പറഞ്ഞ ആ മസലയിൽ ഒരു കാര്യം കൂടെ ഉണർത്താനുണ്ട്. അവിടെ അങ്ങനെ നിബന്ധന വെച്ചാൽ എന്നിലേക്കും എന്റെ കുടുംബത്തിലേക്കും അല്ല എന്റെ കുടുംബത്തിലേക്കും റുജൂഇനെ ഷർത്ത് വെച്ചാൽ വഖഫ് സ്വഹീഹായ അഭിപ്രായം അനുസരിച്ച് ബാത്തിലാണ് എന്നേ ഉള്ളൂ. പക്ഷെ അത് ഹിബത്താകുക എന്നുള്ളതിന് ഒരു ദാനമാവുക, ആ സ്ഥാപനത്തിനുള്ള ദാനമാണ് എന്നതിൽ എന്തില്ല, സംശയം ഇല്ല. അപ്പൊ ആ സ്ഥാപനത്തിന് തന്നെയാണ് അതിന്റെ അധികാരവും മറ്റൊക്കെ വരിക എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കേണ്ടതുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മളിപ്പോ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇന്ത്യൻ വഖഫിന്റെ നിയമങ്ങളും വഖഫ് ബോർഡ് വെച്ചിട്ടുള്ള നിയമങ്ങളും മറ്റു കാര്യങ്ങളും ശരിക്കും മനസ്സിലാക്കുകയും അത് നമ്മളുടെ 4 മദ്ഹബും അതിന് പുറത്തു പോകുന്നുണ്ടോ നോക്കുക എന്നുള്ളതേ നമുക്ക് വകുപ്പുള്ളൂ. കാരണം നമ്മൾ ഷാഫി തന്നെ ആവണമെന്ന് വാശി പിടിക്കാൻ പറ്റൂല. കാരണം ഇന്ത്യയിൽ ഭൂരിഭാഗം ഉള്ളത് അഹ്നാഫാണ്. അപ്പോ ഏതെങ്കിലും ഈ 4 മദ്ഹബിൽ ഒതുങ്ങുന്ന നിയമങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓക്കെ, അത് നമുക്ക് കുഴപ്പമില്ല, അങ്ങനെ തന്നെയാണല്ലോ. അന്നേരം അതിന് പുറത്തുള്ളതുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിലും നമുക്ക് നമ്മളെ എം പിമാരിലൂടെയോ
അല്ലെങ്കിൽ നമ്മൾ പിന്നെ കോടതിയിൽ അപ്പീൽ ചെയ്തിട്ടൊക്കെ ആ നിയമത്തിൽ ഭേദഗതി വരുത്തുക എന്നല്ലാതെ നമുക്കിന്ന് നിലവിലും ഈ ഒരു ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഷാഫി മദ്ഹബ് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിന്റെ മേൽ എന്താക്കാൻ കഴിയൂല, അധികാരം കൈകടത്താൻ നമുക്കുള്ള ഒരു വകുപ്പില്ല. അപ്പൊ നമ്മള് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 4 മദ്ഹബും, ഞാൻ അത് കൂടുതൽ സമയമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്, 4 മദ്ഹബിലും വഖഫിന്റെ രൂപങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും അതിന് പഠനത്തിന് വിധേയമാക്കുക. അത് പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ മുഅ്തമദ് മനസ്സിലാക്കാനാണെങ്കിൽ ഷാഫി മദ്ഹബിൽ നമുക്കറിയാം തുഹ്ഫയും മറ്റൊക്കെ ഉണ്ട്. ഹനഫി മദ്ഹബിന്റെ മുഅ്തമദ് മനസ്സിലാക്കാനാണെങ്കിൽ റദ്ദുൽ മുഖ്താറും അതുപോലത്തെ ഗ്രന്ഥങ്ങളുണ്ട്. ഇനി മാലിക്കി മദ്ഹബിലേക്ക് പോവുകയാണെങ്കിൽ മുഖ്തസറുൽ ഖലീൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് അതിന് അഹമ്മദ് ദിർദീരി തങ്ങളെ എഴുതിയ സഗീറായ ശർഹും കബീറായ ശർഹുണ്ട്. അതിന് ഹാഷിയത്തു ദസൂഖി ഉണ്ട്, ഹാഷിയത്തു അതുപോലെ തന്നെ ഹാഷിയത്തു സാവി ഉണ്ട്. അതുപോലെ തന്നെ ഈ മുഖ്തസറുൽ ഖലീലിന് ഖർശി എന്ന് പറയുന്ന ഇമാം എഴുതിയിട്ടുള്ള ഒരു ശറഹുണ്ട്. അങ്ങനെ വിശദമായ മാലിക്കി മദ്ഹബിലെ പ്രബല ഗ്രന്ഥങ്ങളുണ്ട്. ഹംബലി മദ്ഹബിലാണെങ്കിൽ പൊതുവെ അവലംബിച്ചു വരുന്ന ഒരു ഗ്രന്ഥമാണ് എന്തെന്നുള്ളത് ഇബ്നു ഖുദാമൽ മഖ്ദസി തങ്ങളുടെ മുഗ്നി എന്ന് പറയുന്ന ഗ്രന്ഥം. അങ്ങനെ ഈ 4 മദ്ഹബുകളും മനസ്സിലാക്കാൻ, എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള വകുപ്പാണത്. അപ്പം വഖഫുമായി ബന്ധപ്പെട്ട് ഇനി നമ്മൾ എടുക്കേണ്ടത് ഈ ഒരു ശൈലിയായിരിക്കണം. ഈ 4-ാലൊരു മദ്ഹബ് നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ 4-ാലൊരു മദ്ഹബിൽ ഉൾപ്പെടുന്നുണ്ടോ ഈ ഇവിടുത്തെ ഇന്ത്യൻ നിയമത്തിലുള്ള ഇന്ത്യയിലുള്ള വഖഫിന്റെ നിയമങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് തക്ലീദ് ചെയ്യുകയുമാണ് വേണ്ടത്. ഇപ്പം പൊതുവെ ഫുഖഹാവ് പറയുന്ന ഒരു നിയമമുണ്ട്, ഹാക്കിമാണ് എന്നല്ല ഞാൻ പറയുന്നത്, ഹുക്കുമുൽ വഖദ് സറഹൽ അസ്ഹാബു ബിഅന്ന ഹുക്കുമുൽ ഹാകിമി യർഫഉൽ ഇലാഫ വയുസയ്യിറുൽ അംറ മുത്തഫഖൻ അലൈഹി. ഒരു ഹാക്കിം, ഷാഫി ആവട്ടെ, ഹനഫി ആവട്ടെ, അംബലി ആവട്ടെ, മാലിക്കി ആവട്ടെ, ഒരു ഹാക്കിം എന്താക്കിയാൽ, ഒരു ഖാദി എന്താക്കിയാൽ ഇത് വഖഫാണ് അല്ലെങ്കിൽ ഒരു വിധി നടപ്പാക്കിയാൽ മറ്റു മദ്ഹബിന്റെ ഖിലാഫുകൾ അവിടെ ഇല്ലാതായി തീരുകയും അതൊരു മുത്തഫഖുൻ അലൈഹിയായ മുജ്മഉൻ അലൈഹിയായ കാലം പോലെ ആയിത്തീരുകയും ചെയ്യുമെന്ന് ഷാഫി അസ്ഹാബ് വ്യക്തമാക്കിയിട്ടുണ്ട്. തുഹ്ഫയിൽ വഖഫിന്റെ ബാബിൽ തന്നെ പറയുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോ ഈ വിഷയത്തിൽ ഇപ്പൊ ഗവൺമെന്റിന്റെ നിലപാട് 4-ാലൊരു മദ്ഹബിൽ വരികയും അതനുസരിച്ച് അവർ വിധി നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ആ മദ്ഹബ് അനുസരിച്ച് പോവുക എന്നുള്ളതാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. അതൊരു മുത്തഫഖുൻ അലൈഹി പോലെയായി ഞാൻ അവിടെ ഗവൺമെന്റ് ഹാക്കിമാണെന്നോ ഖാദിയാണെന്നോ വിലയിരുത്തുകയല്ല, നിലവിലെ സാഹചര്യം പറയുകയാണ്. നമുക്ക് അങ്ങനെ തക്ലീദ് ചെയ്യുന്ന ഒരു സാഹചര്യമാണെന്നും പറഞ്ഞല്ലോ. അപ്പൊ അതാണ് നോക്കേണ്ടത്. അതിന് പുറത്ത് 4 മദ്ഹബിന് പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താക്കുക, നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്തെങ്കിലോ പിന്നെ കോടതിയുമായി സുപ്രീം കോടതിയിൽ അപ്പീൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ മുസ്ലിം MP-മാരിലൂടെയോ പാർലമെന്റിൽ അവതരിപ്പിച്ചോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ആ നിയമത്തിന് ഭേദഗതി ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിന് ശ്രമം നടത്തുക, അല്ലെങ്കിൽ ശ്രമിക്കുക അതിനുള്ളൊരു സാഹചര്യം വരുന്ന അവസരത്തിൽ അതിനുവേണ്ടി പ്രയത്നിക്കുക എന്നുള്ള ഈ ഒരു രീതിയാണ് വഖഫിന്റെ പൊതു നിയമങ്ങളിൽ നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത് എന്ന് ഉണർത്തിക്കൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.